നമസ്കാരം. നമ്മൾ ഭാരതീയർ ഇന്ന് അഭിമാനത്തിന്റെ കൊടിമുടിയിൽ നിൽക്കുകയാണ്. ശ്രീ മോദിയുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം മാച്ചു, അവരെ ഞങ്ങൾ ഈ ഭൂമുഖത്ത് നിന്നും ഇല്ലാതാക്കി. പാകിസ്ഥാന്റെ ഡ്രോണുകളും മിസൈലുകളും ഇന്ത്യ തകർത്തിട്ടു. വായുസേന പാകിസ്ഥാന്റെ എയർബേസുകൾ തകർത്തു. പാകിസ്ഥാൻ ഭയന്ന് ലോകം മുഴുവൻ രക്ഷ തേടി. നിവൃത്തിയില്ലാതെ വന്നതോടെ പാകിസ്ഥാൻ ഇന്ത്യയുടെ DGMനെയും വിളിച്ചു. എല്ലാം തകർന്നതോടെ രക്ഷിക്കണേ എന്ന് കേണപേക്ഷിച്ചു. വെടിനിർത്തലിന് യാചിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ വെറും ഒരു പേരല്ല, അതിൽ രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളുടെ വികാരമാണ് പ്രതിഫലിച്ചത്. ഇത്തരത്തിലാണ് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പറഞ്ഞത്. അവസാനം ജലത്തിനായി പാകിസ്ഥാൻ ഇന്ത്യയോട് കത്തെഴുതി അപേക്ഷിക്കേണ്ട നിലയിലായി കാര്യങ്ങൾ. തള്ളു രാജാക്കന്മാരെ പോലെ തള്ളിയിരുന്ന പാകിസ്ഥാനിലെ ഭീകര സംയുക്ത ഭരണകൂടത്തിന്റെ കപടമുഖം ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം വലിച്ചുകീറി. 15 ദിവസം കൃത്യമായി പഠനം നടത്തിയാണ് നമ്മുടെ സൈന്യം പാകിസ്ഥാനെ ആക്രമിച്ചത്. അതിലൂടെ നമ്മുടെ രാജ്യം ലോകശ്രദ്ധ പിടിച്ചുപറ്റി. പക്ഷേ ഇന്ത്യയുടെ വിജയം യൂറോപ്പിലെ ചില മാധ്യമങ്ങൾക്കും സായിപ്പന്മാർക്കും അത്രയങ്ങ് രസിച്ചിട്ടില്ല. മോദി ട്രംപ് ഭായി ഭായി എന്നൊക്കെ പറയുമ്പോഴും ട്രംപ് ഭായിയെ ഒന്ന് രാജ്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറയുന്ന പോലെ വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തിയത് ട്രംപ് ഭായി പറഞ്ഞതുകൊണ്ടാണ് എന്ന് ട്രംപ് ഭരണകൂടവും ആണയിട്ട് ആവർത്തിച്ചു. ഇതെല്ലാം വെളിവാക്കുന്നത് നമ്മുടെ ഭായിക്ക് അത്രയങ്ങോട്ട് രസിച്ചിട്ടില്ല. അതിനാൽ തന്നെ ഏഷ്യയിലെ ഒന്നാമത്തെ ശക്തിയാകാനുള്ള ഭാരതത്തിന്റെ യാത്രയെ എങ്ങനെയെങ്കിലും തടയണം എന്ന ദുർചിന്ത നമ്മുടെ ഭായിയുടെ മനസ്സിൽ കടന്നുകൂടിയിട്ടുണ്ട്. അതിനാൽ തന്നെ മേഖലയിലെ മാറ്റങ്ങളെ നാം കാണാതെ പോകരുത്. ഇന്ത്യയും പാകിസ്ഥാനും തങ്ങളിലുള്ള വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടായതിനു ശേഷം ജനീവയിൽ വെച്ച് നടന്ന ട്രംപ് ഷീ ജിൻപിങ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം താരിഫ് യുദ്ധത്തിന് 90 ദിവസത്തേക്ക് താൽക്കാലികമായി പകരച്ചുങ്കം പിൻവലിക്കാൻ ധാരണയായതായി ഇരു രാജ്യങ്ങളും വ്യക്തമാക്കി. ട്രംപ് ഭായി ചൈനയോട് നിലപാട് മയപ്പെടുത്തുകയും ഇന്ത്യയോടുള്ള അസൂയ മനസ്സിലിട്ട് വലുതാക്കുന്നതായും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ സുഹൃത്ത് രാജ്യമായ സൗദി അറേബ്യയിലേക്ക് പെട്ടെന്ന് പറന്നിറങ്ങുന്നു. ഇതെല്ലാം ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യയെ വരിഞ്ഞു മുറുക്കുന്നതിന് വേണ്ടിയാണോ? തന്ത്രപ്രധാന മേഖലകളിൽ നമ്മുടെ ട്രംപ് ഭായിയുടെ അസൂയ നിറഞ്ഞ നീക്കം എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് നവലോകം.